ഫെബ്രുവരിയിൽ തുടങ്ങിയ കനത്ത യുദ്ധാഘാതങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യൻ മണ്ണ ഇനിയും കരകയറിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലെ പുകപടലങ്ങളും സാധാരണക്കാരന്റെ കണ്ണീരുണങ്ങും മുൻപേ ഇതാ ലോകത്തെ വീണ്ടും ഒരു മഹാദുരന്തത്തിലേക്ക് തള്ളിവിടാൻ വാഷിംഗ്ടണിൽ നിന്നും പുതിയൊരു ചതിക്കുഴി ഒരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ പുതിയൊരു കരാറിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം സ്വന്തം പരമാധികാരം പണയം വെച്ച് ഇസ്രായേലുമായി കൈകോർക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ തിട്ടൂരം. ഇത് വെറും ഒരു സമാധാന ഉടമ്പടിയൊന്നുമല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാരമോഹവും യുദ്ധക്കൊതിയും ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കരിനിയമമാണ്. ഈ നീക്കത്തിന്റെ യഥാർത്ഥ ചരിത്രം തിരഞ്ഞുപോയാൽ നാം എത്തി നിൽക്കുക ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം ഒപ്പുവെച്ച എബ്രഹാം ഉടമ്പടി എന്ന ചതിക്കുഴിയിലാണ്. അന്ന് UAEയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലോകത്തിനു മുന്നിൽ പറഞ്ഞത് സമാധാനത്തിന്റെ കഥകളായിരുന്നു. അതെന്നും അങ്ങനെ തന്നെയാണ് താനും. എന്നാൽ ആ കരാറിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇറാന്റെ സ്വാധീനം തകർക്കുക എന്നതും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രായേലിന്റെ അധിനിവേശങ്ങൾക്ക് അറബ് മണ്ണിൽ നിയമസാധുത വാങ്ങിക്കൊടുക്കുക എന്നതുമായിരുന്നു. ഇപ്പോൾ വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ആ അബ്രഹാം ഉടമ്പടിയുടെ അടുത്ത ഘട്ടം എന്നോണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ ഇസ്രായേലിന്റെ നിഴലിൽ നിർത്തുവാൻ ആക്രോശിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ഭൗമ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അറബ് ലോകം വഴങ്ങിക്കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വിപത്താണ്. പലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതകൾക്ക് അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ അംഗീകാരം നൽകുക വഴി പശ്ചിമേഷ്യയിൽ ജനരോഷം ആളിപ്പടരും. ഇത് ജനമേഖലയിലെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സ്ഥിരതയെ തകർക്കുകയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും തമ്മിലുള്ള ധ്രുവീകരണം വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഫലത്തിൽ ഈ കരാർ പശ്ചിമേഷ്യയെ കൂടുതൽ സമാധാനത്തിലേക്കൊന്നുമല്ല, മറിച്ച് ചരിത്രം കണ്ട ഏറ്റവും മാരകമായ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും തള്ളിവിടാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവൻ ഒരു മഹാവിപത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്ത് നേടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാരമോഹവും അഹങ്കാരവും ഇന്ന് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ സമാധാനിപ്പിക്കാനോ ജനാധിപത്യം സംരക്ഷിക്കാനോ അല്ല, മറിച്ച് തന്റെ ഒടുങ്ങാത്ത സാമ്രാജ്യത്വ മോഹങ്ങൾ ദീപ്തമാക്കാനും ചരിത്രത്തിൽ സ്വന്തം പേര് ഒരു അജയ്യനായ ചക്രവർത്തിയെ പോലെ രേഖപ്പെടുത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ഈ ഭൂഗോളത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോലും മടിക്കാത്ത തരത്തിലാണ് ട്രംപ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിൽ ഇരുന്ന് അധികാരത്തിന്റെ ചെങ്കോൾ തിരിക്കുമ്പോൾ പശ്ചിമേഷ്യയെയും ലോകത്തിലെ മറ്റു കോണുകളിലെ സാധാരണ മനുഷ്യരുടെ ജീവനും ഇവർ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ യുദ്ധക്കൊതി വെറുമൊരു രാഷ്ട്രീയ നയമല്ല, മറിച്ച് മാനവരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സ്വന്തം രാജ്യത്തെ കോർപ്പറേറ്റ് ആയുധ കച്ചവടക്കാരുടെ പോക്കറ്റ് നിറയ്ക്കാനും ആഗോളതലത്തിൽ തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ യുദ്ധഭീതി കൊണ്ട് മൂടിവെക്കാനും ട്രംപ് കളിക്കുന്ന ഈ കളി ലോകത്തെ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റാൻ മാത്രമേ ഉപകരിക്കൂ. സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ലോകത്തെ വിഴുങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ നയത്തെ വെറുതെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ ആഗോള സമൂഹത്തിനൊന്നും കഴിയില്ല. ഒരു വ്യക്തിയുടെ അധികാര ഭ്രാന്തിന് മുന്നിൽ ലോകക്രമം തകർന്നടിയുമ്പോൾ ആ വിനാശകരമായ ഹസ്തങ്ങളെ തച്ചുടയ്ക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറായേ മതിയാകൂ. ട്രംപിന്റെ ഈ യുദ്ധക്കൊതി ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കാൻ പോകുന്ന ആഘാതം അതിഭീകരമായിരിക്കും. ഇതിനോടകം തന്നെ തകർന്നടിഞ്ഞ ആഗോള വിപണിയിലേക്ക് വീണ്ടും ഒരു യുദ്ധഭീതി കൂടി കടന്നു വരുമ്പോൾ എണ്ണവില നിയന്ത്രണാതീതമായി കുതിച്ചുയരും. പാവപ്പെട്ട ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ അടുക്കളകളെയാണ് ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം ബാധിക്കാൻ പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയാവുകയും ആഗോളതലത്തിൽ തൊഴിലില്ലായ്മയും പട്ടിണിയും വർദ്ധിക്കുകയും ചെയ്യും. സ്വന്തം രാജ്യത്തെ ആയുധ കച്ചവട ലോബികൾക്ക് വോട്ട് ബാങ്കിനും വേണ്ടി ലോകത്തിന്റെ സമാധാനം വിൽക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ട്രംപിന്റെ ഈ നയം ലോകക്രമത്തെ തന്നെ ശാശ്വതമായി മാറ്റിമറിക്കും. ഇവിടെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ചരിത്രപരമായ ആവശ്യകത വരുന്നത്. വാഷിംഗ്ടണിൽ ഇരുന്ന ഭൂപടങ്ങളിൽ ചോര വരയ്ക്കുന്ന അമേരിക്കൻ അഹങ്കാരത്തിനു മുന്നിൽ അറബ് ലോകം ഇനി മുട്ടുമടക്കരുത്. പലസ്തീൻ വിഷയം പൂർണ്ണമായും പരിഹരിക്കാതെ ഇസ്രായേലുമായി യാതൊരുവിധ ഒത്തുതീർപ്പിനുമില്ല എന്ന ഉറച്ച നിലപാട് സൗദി അറേബ്യയും മറ്റ് GCC രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കണം. തങ്ങളുടെ മണ്ണിൽ സമാധാനം തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ വിനാശകരങ്ങളായ നയങ്ങളെയും ഒറ്റപ്പെടുത്താൻ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരണം. വൻശക്തികളുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ പശ്ചിമേഷ്യ ഒറ്റക്കെട്ടായി പ്രതികരിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ജീവിക്കേണ്ടി വരിക തീപിടിച്ച ഒരു നരകത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.